സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവിടയാക്കിയ ദയക്കാട്ട് സ്തോത്രം. ഗലാത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ വളരെ മാർമികമായിട്ടുള്ള ചില ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് പകൽക്കാലം കടന്നു പോകുന്നത്. ഇന്നലെ നമ്മൾ യെരുശലേമിൽ നിന്ന് ചില ആൾക്കാർ അന്ത്യോക്യയിൽ ചെല്ലുകയും അങ്ങനെ അവിടെ ചില കൺഫ്യൂഷൻ ഉണ്ടാകുകയും അവരെല്ലാം തുടർന്ന് യെരുശലേമിലേക്ക് പോവുകയും താൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്, ജാതികളോട് പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ് എന്നുള്ളത് സംക്ഷിപ്തമായിട്ട് പ്രൈവറ്റായിട്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും തുടർന്ന് കർത്താവ് അവരോട് കൂടെ ഇരുന്ന് ജാതിയുടെ ഇടയിൽ ചെയ്യിച്ചത് പ്രധാനമായിട്ട് ഒന്നാം മിഷണറി യാത്രയിൽ പൗലോസിനും ബർണബാസിനും ഉണ്ടായ അനുഭവങ്ങളും കർത്താവിലേക്ക് ജാതികൾ മനം തിരിഞ്ഞതിനെക്കുറിച്ചും ഒക്കെ വളരെ വിവരിച്ച് പറയുകയും തുടർന്ന് ചില ആൾക്കാർ എഴുന്നേറ്റ് പരിച്ഛേദനയും ന്യായപ്രമാണവും ആചരിക്കാതെ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് വാദിക്കുകയും ഒക്കെ ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അവിടെ പത്രോസ്ലീഹായും അതുപോലെ യാക്കോബ് ആയിരുന്നു അവിടുത്തെ ആ കൗൺസിലിന് നേതൃത്വം വഹിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹവും അതിനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയും വിശ്വാസത്താൽ നാം കർത്താവിൽ വിശ്വസിച്ച് ദൈവരക്ഷ പ്രാപിച്ചതുപോലെ തന്നെ ജാതികളും അങ്ങനെ തന്നെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാനായിട്ട് അർഹരാണ്. അവർക്ക് വേറെ ഏതെങ്കിലും നിലയിലുള്ള എക്സ്ട്രാ കാര്യങ്ങൾ അവർ ചെയ്യണമെന്ന് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവിടെ വെച്ച് തീരുമാനിക്കുകയും അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു എഴുത്ത് കൊടുത്തു വിടുകയും 2 പേരെ കൂടെ പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനെ തുടർന്ന് അങ്ങനെ പൗലോസ് ഒന്നാമത് പറഞ്ഞതായിട്ടുള്ള കാര്യം, പൗലോസ് പ്രസംഗിച്ച സുവിശേഷം അദ്ദേഹം മാനുഷികമായി പ്രാപിച്ചതല്ല, കർത്താവ് അദ്ദേഹത്തോട് അരുളി ചെയ്തതാണ്, വെളിപ്പാടിനാൽ ദൈവസന്നിധിയിൽ പ്രാപിച്ചതാണ്. എങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ അത് ഉറപ്പിക്കാൻ തക്കവണ്ണം യെരുശലേമിൽ സുവിശേഷ പ്രചരണത്തിൻ്റെയും ദൈവസഭയുടെയും ഒക്കെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന ആ മഹത് വ്യക്തികളുടെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെ അടുത്ത് ചെന്ന് അത് വിവരിക്കുകയും അങ്ങനെ അത് ശരിയാണ്, നിങ്ങൾ പ്രസംഗിക്കുന്ന വചനം ശരിയാണ് എന്ന് അവർ കൺഫേം ചെയ്യുകയും അവർ കൂട്ടായ്മയുടെ വലങ്കരം തരികയുമാണ് ചെയ്തത് എന്ന് അദ്ദേഹം അവിടെ തൻ്റെ അനുഭവ സാക്ഷ്യം വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തുടർന്ന് വളരെ പ്രാധാന്യമുള്ളതും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്തതും അതേസമയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മാതൃകയായിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ പത്രോസ്ലീഹ കേഫാവ് അദ്ദേഹം അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ അവനോട് എതിർത്ത് നിന്നു. ഞാൻ അവനോട് അഭിമുഖമായി എതിർത്ത് നിന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ ചുരുക്കമായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചാൽ നമുക്കിങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും. ഇങ്ങനൊരു കാര്യം നടന്നപ്പോൾ നമുക്കറിയാമല്ലോ, ആശാന് ഒന്ന് പിഴച്ചാൽ 50 ശിഷ്യന് പിഴയ്ക്കുമെന്നോ അങ്ങനെ കണ്ടൊരു ചൊല്ല് നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് പല നേതൃസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്തൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ അറിവിൻ്റെ തികവ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു നിലവാരത്തിലോ അല്ല, മറിച്ച് ദൈവം തൻ്റെ കൃപയാൽ ഒരിക്കൽ പാപികളായിരുന്ന നമ്മളെ തൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കാനും തൻ്റെ സ്പോക്സ്മെന്മാരായിട്ട് തൻ്റെ വക്താക്കളായിട്ട് ഈ ലോകത്തോട് ക്രിസ്തുവിന് പകരം ലോകത്തോട് ദൈവത്തോട് നിരന്നുകൊള്ളുവാനായിട്ട് ആവശ്യപ്പെടുന്ന സ്ഥാനാപതികളാക്കി കർത്താവ് നമ്മളെ വെച്ചിരിക്കുന്നു എന്ന് തൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമ്മുടെ ശ്രേഷ്ഠതയല്ല, നമുക്കും തെറ്റുപറ്റാം, നമ്മുടെ ജീവിതത്തിലും വീഴ്ചകളും ബലഹീനതകളും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വളരെ അറിവുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒട്ടും അറിവില്ല എന്ന് വിചാരിക്കുന്ന ചില വ്യക്തികൾ നമ്മളെ നാളെ കറക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു സാധ്യതകളൊക്കെ കണ്ട് ആണ് നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാകാനായിട്ട് ഇടയായിട്ട് തീരുന്നു. ഒരുപക്ഷെ പത്രോസ്ലീഹയുടെ സീനിയോറിറ്റിയും പൗലോസ്ലീഹ റീസെൻ്റായിട്ട് വന്നതാണെന്നും അദ്ദേഹത്തിൻ്റെ അപ്പോസ്തലത്വത്തെ ഗലാത്യ സഭകളിൽ മാത്രമല്ല കൊരിന്തിലും മറ്റ് പല സ്ഥലങ്ങളിലും ഈ ഒരു കാരണം കൊണ്ട് അതിനെ ചോദ്യം ചെയ്തതായിട്ടും അതിനുവേണ്ടി പൗലോസ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ സംസാരിക്കുന്നതായിട്ടും, കാരണം തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, അത് അവരുടെ അങ്ങനെ ചിന്തിച്ചു പോകുന്നതിലൂടെ അവരുടെ വിശ്വാസത്തിന്
ചില ഇടിവ് സംഭവിക്കുകയും ദുരുപദേശക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ദൈവസഭയിൽ അപ്പർ ഹാൻഡ് കിട്ടുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പൗലോസ് ഞാനൊരു ഭോഷനെ പോലെ ഞാൻ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ ചില ഭാഗങ്ങളൊക്കെ വായിക്കുന്നത്. ഞാൻ ബുദ്ധിഹീനനെ പോലെ ഞാൻ ഇപ്പോൾ പ്രശംസിക്കുന്നു എന്നൊക്കെ ആ പ്രശംസയെപ്പറ്റി അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ഭക്തന്മാർ തമ്മിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ഉള്ള ഒരു 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 ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവിടെ പറയാൻ കഴിയത്തില്ല. കാരണം തുടർന്ന് നമ്മൾ കാണുന്ന ഭാഗങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഈ പൗലോസ്ലീഹ ഈ പറയുന്ന ഈ സംഭവം പൗലോസ്ലീഹായ്ക്ക് ഒരുപക്ഷെ വെളിപ്പെട്ടതിന് മുമ്പ് തന്നെ പത്രോസ്ലീഹായ്ക്ക് ഇത് വെളിപ്പെട്ടതാണ്. അത് നമ്മൾ ഇന്നലെ കണ്ടു. 15-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായ സംഭവവും അതിനെ പത്രോസ്ലീഹ ഈ കൗൺസിലിൽ വിവരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് കൺവിക്ഷൻ ഇല്ലാത്ത കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ അതിനെ ഖണ്ഡിച്ചപ്പോൾ, അതിനെ ശാസിച്ചപ്പോൾ അതിന് ഒരു വാക്കും അവിടെ കൂടുതൽ പറയാതെ അതിന് വിധേയപ്പെടുകയും തുടർന്ന് പൗലോസ്ലീഹായെ പ്രശംസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ലേഖനങ്ങളിൽ ചില കാര്യങ്ങൾ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെ ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്നുള്ളൊരു ഈഗോ ക്ലാഷ് അല്ല സത്യത്തിൽ നടന്നത്. ഒരു ക്രിസ്തുവിലുള്ള ഒരു സഹോദരൻ ഒത്തിരി തൻ്റെ സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ വളരെ ജൂനിയർ എന്ന് തോന്നാവുന്ന ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് അതിനെ പരസ്യമായി ഖണ്ഡിച്ചപ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കാനുള്ള താഴ്മ പത്രോസ്ലീഹയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. നമുക്കൊക്കെ പലപ്പോഴും ഇല്ലാതെ പോകുന്നതും നമ്മുടെ ഈഗോയുടെ പേരിൽ ഒരുപക്ഷെ സത്യമാണെന്ന് അറിയാമെങ്കിൽ പോലും അത് സമ്മതിച്ചു കൊടുക്കാതെ പോകുന്ന അനുഭവങ്ങളും ഇതിനെ തുടർന്ന് ഉണ്ടാകുന്നതും ഇന്ന് നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ഒരു നിലയിൽ ക്രിസ്തുവിലുള്ള താഴ്മ ധരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്കുണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തീയ സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവത്തില്ലേ? നിശ്ചയമായിട്ടും ഉണ്ടാകാം. മനുഷ്യരാണെങ്കിൽ പല ഭവനങ്ങളിൽ നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ചതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. അപ്പോൾ നമ്മൾ പലരായിരുന്നു, നമുക്ക് പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു, പല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഞാൻ ഈ ഡോക്ടറിനൽ വിഷയങ്ങളെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. മറ്റു പല കാര്യങ്ങളും നമുക്ക് പല വ്യത്യാസങ്ങളും ഉണ്ടാകാം. അതൊക്കെ നമ്മൾ തുറന്നു സംസാരിക്കുകയും തുറന്നു പങ്കിടുകയും ക്രിസ്തുവിലുള്ള താഴ്മയോടുകൂടെ ശരിയായ കാര്യം എന്താണെന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തീരുമാനിക്കാനുള്ള വിവേകവും അതിനുള്ള താഴ്മയും അതിനുള്ള സ്നേഹവും കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആരെങ്കിലും നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്തെന്ന് വെച്ച് അവരെ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ നമ്മൾ ഒന്നുകൂടെ ബഹുമാനിക്കുക ചെയ്യേണ്ടത്. വചനത്തിൽ പലപ്പോഴും ഞങ്ങൾ പറയാറുള്ള ഒരു ഭാഗമുണ്ട്, നീതിമാൻ അടിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണ, നിന്റെ തലമേൽ എണ്ണ കുറയാതിരിക്കട്ടെ എന്നീ 2 വാക്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സഹോദരന്മാരെയൊക്കെ ഇടയ്ക്ക് ഓർപ്പിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മളെ പ്രശംസിക്കുന്ന ഒരു വ്യക്തിയെക്കാളും കൂടുതൽ നമുക്ക് ഉപകാരം ചെയ്യുന്നത് നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബ്രദറെ ആ പറഞ്ഞത് ശരിയല്ല, തൽക്കാലത്തേക്ക് എനിക്കൊരു അഭിമാനക്ഷതം ഉണ്ടാകാം, എന്നെ എങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് തോന്നിയേക്കാം, എന്നാൽ അത് ആത്യന്തികമായിട്ട് നോക്കുമ്പം അതെന്റെ നന്മയ്ക്കായിട്ട് തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ലീഡർഷിപ്പിലുള്ള ഒരു വ്യക്തി യഹൂദന്മാരെ ഭയപ്പെട്ട്, കർത്താവിന്റെ ദാസൻ അത് പറഞ്ഞു, അവിടെ തന്നെ ഭയപ്പെട്ടു എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. യാക്കോബിന്റെ അടുത്തുനിന്ന് ചിലർ വരും മുമ്പേ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവർ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു ലാഞ്ചനയോ ഉണ്ടാകാതിരുന്ന പല സഹോദരങ്ങളും ശ്രേഷ്ഠനായ ഒരു ദൈവത്തിന്റെ ദാസൻ കാണിച്ച ആ മാതൃക കണ്ടപ്പോൾ അതിനെ അവരും പിൻപറ്റാനായിട്ടും അതായിരിക്കും ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ള നിലയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നത്, ഇവിടെ പ്രസംഗങ്ങൾ മാത്രം പോരാ, പ്രസംഗം മാത്രമല്ല മാതൃകയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ശുശ്രൂഷ സമ്പൂർണമായിട്ട് തീരത്തുള്ളൂ. ഒരുപക്ഷെ ആർക്കും വിവരിക്കാൻ കഴിയാത്ത ചില വചനഭാഗങ്ങൾ എടുത്ത് വിവരിക്കാനൊക്കെ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ കഴിഞ്ഞേക്കാം. അതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിൽ ഉള്ള ഒരു മാതൃകാപരമായ ജീവിതവും കൂടെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ ഇതിനു മുന്നേ ഒരിക്കൽ എൻ്റെ ഇതുപോലുള്ള ബൈബിൾ സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ, കൊല്ലത്തുള്ള ഒരു സ്നേഹിതൻ എന്നോട് പണ്ട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കും. നമ്മൾ ക്രിസ്തുവിൽ ഒരു മാതൃകയും
നമ്മളൊരു ഒരു മോഡലും ആകണം, നമ്മളൊരു പാറ്റേണും ആകണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ഞാൻ ഓർക്കും. ഒരു മോഡൽ, വി ഷുഡ് ബി എ മോഡൽ ഫോർ അതേഴ്സ് ടു ഇമിറ്റേറ്റ് us, ടു സീ വാട്ട് ക്രൈസ്റ്റ് ഹാസ് ടോട്ട്, ടു സീ ത്രൂ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലൂടെ അത് ദർശിക്കാനായിട്ട് ഞാനൊരു മാതൃകയായിരിക്കണം എന്നുള്ളതൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാനൊരു പാറ്റേൺ എന്ന് പറയുമ്പോൾ കൂടുതൽ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ മനസ്സിലാവുന്നത്. കാരണം ഒരു പാറ്റേൺ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ഫൗണ്ടറി വർക്കിലുമൊക്കെ ആ പാറ്റേൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുമ്പം ഏതാണോ ആ പാറ്റേണിന്റെ രൂപം, അത് ഈ പാറ്റേൺ ഏതിലേക്കാണോ പാറ്റേണിന്റെ രൂപം ഇമ്പാർട്ട് ചെയ്യേണ്ടത്, അതിലേക്ക് അത് അമർന്നിരുന്ന് കഴിയുമ്പോൾ ഈ പാറ്റേണിലുള്ള ഇംപ്രഷൻ ഒക്കെ ഏതിലേക്ക് അത് ഇമ്പാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതിലായിത്തീരുന്ന ഒരു അനുഭവമാണ്. അത് ഒരു പുതിയ നിയമം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രസംഗത്തിന്റെ ശുശ്രൂഷയല്ല, അത് ഒരു സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടേതുമായിട്ടുള്ള ഒരു അനുഭവം കൂടെയാണ്. മാത്രമല്ല ഈ സ്നേഹത്തിന്റെ ചേർന്ന കൂട്ടായ്മയിലൂടെയാണ് ക്രിസ്തീയമായ കൺവിക്ഷൻസ് മറ്റ് ജീവിതങ്ങളിലേക്ക് പകരപ്പെടുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കേവലം പ്രസംഗം കൊണ്ട് മാത്രമല്ല. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന പല വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, എൻ്റെ നടപ്പ്, എൻ്റെ ജീവിതം, ഇതൊക്കെ നീ കണ്ടിട്ടുണ്ട്, അത് നീ മാതൃകയാക്കിക്കൊള്ളുക. അപ്പോൾ രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ നീ അറിയുന്നത് അതൊരു കാര്യം തന്നെ. അതുപോലെ തന്നെ ക്രിസ്തീയമായിട്ടുള്ള മാതൃകയും നമ്മൾ പല അവസരങ്ങളിലും നമ്മളോട് ചേർന്നിരിക്കുന്ന സഹോദരങ്ങൾ നമ്മളെപ്പോലെ ആയിത്തീരും. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഒരു ട്രെയിനിൽ ഒരു ബ്രദർ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു, ഇങ്ങനെ ഞാനൊരു പയ്യനെ കണ്ടു, ബ്രദർ കൈ പൊക്കുന്ന പോലെ തന്നെ പുള്ളിയും പൊക്കുന്നു, ബ്രദർ പറയുന്ന പോലെ തന്നെ പുള്ളിയും പറയുന്നു, അതാരാ ബ്രദർ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അത് ഇന്ന ആളാ. കാരണം ഞാൻ അവനെ നിരന്തരമായിട്ട് ബൈബിള് പഠിപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ ശരി. എന്നാൽ തൽക്കാലത്തേക്ക് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എല്ലാ കാര്യത്തിലും ക്രിസ്തുവിനെ അല്ല ഒരുപക്ഷെ മാതൃകയാക്കുന്നത്. ഞാൻ ക്രിസ്തുവിനെ നോക്കണം എന്ന് പറഞ്ഞാൽ തന്നെ അവൻ ചിലപ്പം പല കാര്യങ്ങളിലും നോക്കുന്നത് അത് പഠിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ ശൈലിയിലേക്കും എൻ്റെ ജീവിതത്തിന്റെ ആ സ്റ്റാൻഡേർഡിലേക്കുമാണ് നോക്കുന്നത് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഈ ലീഡർഷിപ്പിൽ, പ്രത്യേകിച്ച് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ദൈവഭക്തന്മാര് അവരുടെ ജീവിതം എത്രമാത്രം ആ ഒരു മാതൃകയായും ഒരു ശരിയായ പാറ്റേണായിട്ടും അത് തീരേണ്ടതിന് വേണ്ടി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നും എന്ന് മാത്രമല്ല, ഏതെങ്കിലും നിലയിലുള്ള വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തന്നെ ബ്രദറെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കും ബ്രദറെ എന്ന് പറയാനുള്ള സിമ്പിൾ മനസ്സ്, അത് ഒരു ദൈവദാസന്റെ ഒരു ദൈവഭക്തന്റെ മുഖമുദ്രയായിരിക്കേണ്ടത് എത്രമാത്രം ആവശ്യമാണ്. അങ്ങനെ ഒരു മനസ്സ് ഇവിടെ പത്രോസ്ലിഹായ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും, അല്ലെങ്കിൽ അവർ തമ്മിൽ നടന്ന ഒരു പൊളിറ്റിക്സ് അല്ല. നമ്മളിന്ന് കാണുന്നത് പലതും പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് അഭിപ്രായങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകുക, ഈ രണ്ട് അഭിപ്രായങ്ങളിലേക്ക് അവിടെയുള്ള പല ആൾക്കാരെയും ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു. കേൾക്കാം. അല്ല, ഇടയ്ക്ക് ഒരു കോള് വന്നു. പോട്ടെ. അപ്പൊ ഈ രണ്ട് അഭിപ്രായങ്ങളിലേക്ക് പരമാവധി ആളുകളെ പോളറൈസ് ചെയ്തിട്ട് ഭൂരിപക്ഷം ആർക്കാണോ അതിനെ വിജയിപ്പിക്കാനാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി നോക്കുന്നത്. എന്നാൽ ആത്മീയന്റെ നിലപാടെന്താ? ആത്മീയന്റെ നിലപാടെന്ന് പറയുന്നത് പ്രാർത്ഥനാപൂർവം ഈ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് ദൈവഹിതം വെളിപ്പെട്ട്, ദൈവത്തിന്റെ കരം സാഹചര്യങ്ങളിലൂടെ വെളിപ്പെട്ട് ദൈവഹിതം നടപ്പായി തീരാനായിട്ട് ശാന്തമായി കാത്തിരിക്കുക എന്നുള്ളതാണ് ആത്മീയമായിട്ടൊരു നിലപാട്. ഒരിക്കലും ഭൂരിപക്ഷത്തെ കൂട്ടി ഇൻകിലാബ് വിളിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ മാർഗമേ അല്ല. പലപ്പോഴും ഭൂരിപക്ഷം പറയുന്നത് ഒരുപക്ഷെ ദൈവഹിതത്തിനെതിരും തെറ്റുമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്കൊരു അഭിപ്രായം ഉണ്ടായി ഉടനെ ആ അഭിപ്രായം നമ്മൾ രണ്ടുപേരോട് പറഞ്ഞു, ചിലർ അതിനോട് എതിർത്ത്, ഉടനെ നമ്മുടെ കൂടെ നിൽക്കാനുള്ള കുറെ ആൾക്കാരെയും അതുപോലെ എതിർത്ത് നിൽക്കുന്ന ആൾ അവനെ കൂടെ നിൽക്കാനുള്ള ഒരു ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വരുന്നതിന്റെ പേരാണ്, അത് സഭയിലല്ല ഇനി സ്വർഗത്തിൽ നടന്നാലും അതിന്റെ പേര് പൊളിറ്റിക്സ് എന്ന്. ദൈവത്തിന്റെ വഴി അതല്ല. അത് കർത്താവിനോട് ക്ലോസ് ആയിട്ട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാര് നമ്മൾ താലോലിക്കുകയും നമ്മൾ ഉന്നതമെന്ന് കരുതുകയും ചെയ്യുന്ന ചില ആത്മീയ ആദർശങ്ങളാണ് ചില സമയങ്ങളിൽ ബലികഴിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നെങ്കിലും, നമ്മൾ ശാന്തമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുകയും വ്യക്തമായി മറ്റ് സഹോദരങ്ങളെ അതിനുവേണ്ടി പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ക്രിസ്തീയ സ്നേഹവും ആ ക്രിസ്തീയ കൂട്ടായ്മയും നിന്നും അകന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ തന്നെ ഇന്നലെ ഇത് ആലോചിക്കുകയായിരുന്നു. കാരണം ഈ പത്രോസ്ലിഹായുടെ ഈ സംഭവമാണ് ഇന്ന് നടക്കുന്നതെങ്കിൽ സഭ രണ്ടായിട്ട് തീരും.
എന്ന് മാത്രമല്ല അതിന്റെ പേരിൽ 2 പാർട്ടികൾ ഉണ്ടാകും എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു നമുക്കറിയാമല്ലോ, ഈ ക്രിസ്തീയ ശുശ്രൂഷയുടെ ഒരു വലിയൊരു ആദർശമില്ലാത്ത ഒരു പരിപാടിയാണ്. ഇപ്പം എനിക്ക് മുന്നേ ഒരു ദൈവത്തിന്റെ ദാസൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതെല്ലാം 100% ഒരുപക്ഷെ ശരിയായിരിക്കത്തില്ല, എവിടെയെങ്കിലും ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതായി കാണാം. ഞാനപ്പോ പുറകെ പോയിട്ട് അടുത്തത് ചെയ്യുന്നത് ഇതിനെ ആദ്യം അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ അതിനെ അങ്ങ് പുറവതീകരിക്കുക. അതിലൂടെ ഇനി ആദ്യം സംസാരിച്ച സഹോദരൻ, ആ ദൈവദാസൻ, ഇനി ഒരിക്കൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയും ക്രെഡൻഷ്യലും നഷ്ടപ്പെടത്തക്കവണ്ണം അദ്ദേഹത്തെ അടിച്ച് താറടിക്കുക, അടിച്ച് പരത്തുക. എന്നിട്ട് വിചാരിക്കുക അദ്ദേഹം ഇനി ഇല്ലാതാകുന്നത് കൊണ്ട് എനിക്കിനിയും കൂടുതൽ അവസരങ്ങൾ കിട്ടുമല്ലോ, അതുകൊണ്ട് സന്തോഷിക്കുക. എത്ര നീചമായിട്ട് ഉള്ള ഒരു പരിപാടി. ഞാൻ ഓർക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ യൂട്യൂബ് ഒന്നും നോക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ഞാൻ ബഹുമാനിക്കുന്ന ചില ദൈവത്തിന്റെ ദാസന്മാരെ പറ്റിയുള്ള ചില കഥകളും കഥകളും ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൂടെ ഇങ്ങനെ അവിശ്വാസികളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റു പലരെയും കൊണ്ട് അത് ചെയ്യിച്ച് വിടുമ്പോൾ, കർത്താവ് ഇതിന്റെ പുറകിലുള്ള ചേതോവികാരം എന്തൊക്കെയാണ് എന്ന് ഞാൻ പലപ്പോഴും ഇരുന്ന് ദൈവസന്നിധി തകർന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാനദണ്ഡം അതല്ല. നമുക്കിവിടെ കാണാം, നമുക്ക് വേറൊരു ഭാഗത്തും കാണാൻ കഴിയും, രൂക്ഷമായ വാഗ്വാദം പൗലോസും ബർന്നബാസും തമ്മിലുണ്ടായി. അവര് തമ്മിൽ വേർപിരിഞ്ഞു. പൗലോസ് പോയ വഴിക്ക് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു, ബർന്നബാസ് പോയ വഴിക്ക് അദ്ദേഹത്തെയും ദൈവം അനുഗ്രഹിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേല അദ്ദേഹം സൈപ്രസിൽ ചെയ്തെടുത്തതായിട്ട് തുടർന്ന് സഭാചരിത്രത്തിൽ നമ്മൾ വായിക്കും. ഒരുപക്ഷെ അന്ന് അവർ തുടർന്ന് ഒരുമിച്ച് പോകുക എന്നുള്ളത് ദൈവഹിതത്തിൽപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യരാകുന്നത് കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു, രണ്ടുപേര് രണ്ടു വഴിക്ക് പോയി. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം ഇരുവരോടും കൂടെ ഇരുന്നു എന്നുള്ളത് അവിടെ ഏറ്റവും പ്രസ്താവ്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ വാദങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അത് ക്രിസ്തീയ സ്നേഹത്തിൽ അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും തക്കവണ്ണമുള്ള താഴ്മയും കൃപയും ഉണ്ടെങ്കിൽ ഒരിക്കലും അത് തെറ്റല്ല. അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഈ ഗലാത്യർ എഴുതുന്ന ലേഖനത്തിൽ കാണുന്നത്. അത് സർവാത്മനാ പത്രോസ്ലീഹ അത് അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് പൗലോസിന്റെ ചില ആർഗ്യുമെന്റ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ പ്രധാനമായിട്ട് പറയുന്നത്, അവിടുന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രസക്തി കുറിച്ചാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ ചില ആർഗ്യുമെന്റ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് കർത്താവിന്റെ ദാസൻ അത് പറഞ്ഞു, ഞാൻ ഒന്ന് ഓടിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പൗലോസിന്റെ ആർഗ്യുമെന്റ്സ് അവിടെ ആദ്യം ചോദിക്കുന്നത് അതിൻ്റെ 14-ാം വാക്യം മുതൽ, നീ ഒരു യഹൂദനായിരിക്കെ ജാതികളെ പോലെ നടന്നിട്ട് പിന്നെ നീ യഹൂദനെ പോലെ ആയിത്തീരണമെന്ന് പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? അപ്പം അദ്ദേഹത്തിന് ഇന്നുള്ള അനുഭവമാണ് പറയുന്നത്. ചില മനുഷ്യർ അവിടുന്ന് വരുന്നതിന് മുന്നേ അദ്ദേഹം ജാതികളോടുകൂടെ തിന്നുകയും തനിക്ക് തുപ്പെട്ടി ഇറക്കി കൊടുത്ത് ഇതെല്ലാം വിശുദ്ധമാണെന്ന് ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തതായിട്ട് അദ്ദേഹം പല സ്ഥലത്ത് അത് സാക്ഷിക്കുകയും തനിക്ക് ജാതികളുടെയിലും സുവിശേഷം പറഞ്ഞു തുടങ്ങിയത് പത്രോസ്ലീഹ തന്നെ ആണെന്നുള്ള ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് ലഭിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടെ ചോദിക്കുകയാണ്, അങ്ങനെ ജാതികളോടുകൂടെ തിന്നോണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ തുടർന്ന് യഹൂദ മര്യാദ അല്ലെങ്കിൽ ഈ യെരുശലേമിൽ നിന്ന് വന്നവർ പറയുന്നത് പോലെ നിങ്ങൾ ന്യായപ്രമാണവും പരിച്ഛേദനയും കൂടി ഏറ്റാലേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് മാത്രമല്ല, ഇതിനു മുന്നേ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കും. കാരണം നിങ്ങൾ ജാതികളിൽ നിന്ന് വന്ന ആൾക്കാരാണ് എന്നുള്ള നിലയിൽ ഇടപെടുന്നെങ്കിൽ, ഇത്രയും ഇന്നലെ വരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സഹോദരാന്ന് വിളിക്കുകയും ചെയ്ത ആ വ്യക്തി ഇന്ന് അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ, യഹൂദ മര്യാദ പ്രകാരം നടക്കുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു അദ്ദേഹം ഇന്നലെ വരെ. അത് കർത്താവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ജീവിതത്തിൽ നിലപാട് മാറ്റുകയും പലരോടും അത് സാക്ഷീകരിക്കുകയും ചെയ്തു. കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം പോയിട്ട് യെരുശലേമിൽ ചെന്നപ്പം അവിടെ ചില ആൾക്കാരാൽ ചോദ്യം ചെയ്യപ്പെടുന്നതും നീ ജാതിയുടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാ വന്നതും നിന്നെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നതും ഒക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്ത് അദ്ദേഹം അത് അവിടെ വിവരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ നിന്ന ഒരു വ്യക്തി ഇപ്പൊ പറയുകയാണ്, നിങ്ങൾ യഹൂദ മര്യാദ പ്രകാരം ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വാട്ട് ഡസ് ഇറ്റ് മീൻ?
അതൊരു അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കാത്ത ഒരു ആർഗ്യുമെന്റ് അല്ലേ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? എന്നിട്ട് പറയുക, സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ യഹൂദന്മാരാണ്, നമുക്ക് വാഗ്ദത്തങ്ങളും പിതാക്കന്മാരും ആരാധനയും ഇതൊക്കെ നമുക്കുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിൽ ന്യായീകരണം അന്വേഷിക്കുകയിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് പൗലോസ്ലിയ പറയുന്ന ഒരു ഭാഗം. അതും ഫിലിപ്പി ലേഖനം ഇതിനു മുന്നേ നമ്മൾ പഠിച്ചപ്പോൾ അത് ചിന്തിച്ചു. എനിക്ക് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം അതിന് തൊട്ടുമുകളിൽ വായിക്കുന്നത് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, ന്യായപ്രമാണത്തിലെ നീതി എനിക്ക് വേണ്ട. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ നീതീകരിക്കാനായിട്ട് ഈ ന്യായപ്രമാണത്തിൽ നിന്നുള്ള നീതി പര്യാപ്തമല്ല. ഈ ന്യായപ്രമാണം പ്രകാരം ഒരു യഹൂദനാണെന്ന് അന്നത്തെ കാലത്ത് പറയുന്നതിൽ പല പ്രശംസിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ദൈവത്തിന്റെ മുന്നിൽ അത് വെച്ചിട്ട് പ്രശംസിക്കാനായിട്ട് ഒരു കാരണവുമില്ല. കാരണം ഒരു യഹൂദൻ എന്നുള്ള ന്യായപ്രമാണ പ്രകാരം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ല. അങ്ങനെ നീതീകരിക്കപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്നവരൊന്നും അങ്ങനെ യഥാർത്ഥ ദൈവിക നീതിയിൽ നടക്കുന്നവരല്ല. അത് ലഭിച്ചവരല്ല. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം എനിക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു കാലുവേദനയുണ്ട്, ഒരു ചെറിയതായിട്ടുള്ള ഒരു ന്യൂറൈറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുക. ഒത്തിരി നേരമൊക്കെ കുത്തിയിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ചില സഹോദരങ്ങളൊക്കെ പിങ് ചെയ്തൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് കയറി ചെല്ലാൻ വയ്യ. കാരണം പലപ്പോഴും കിടക്കുകയായിരിക്കും. അപ്പം ഇങ്ങനെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് ഞാൻ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണാനായിട്ട് ഞാൻ പോവുക. സാറേ, എൻ്റെ കാല് അല്ലെങ്കിൽ എൻ്റെ ചില അവയവങ്ങൾക്ക് ചെറിയൊരു ഇതുണ്ട്, അതിലൂടെ കടന്നു പോകുക. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് എന്നോട് ചോദിക്കുക, അല്ല ബ്രദറെ, ഇവിടെ എന്തിനാ നിൽക്കുന്നത്? ഓ, ഈ പുള്ളി എൻ്റെ പണ്ട് ഫ്രണ്ടായിരുന്നു, അങ്ങനെ വന്ന് കാണാൻ വന്ന് നിൽക്കുക. അല്ലല്ലല്ല, സാറിന് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ അവിടെ കിടന്ന് തടി തപ്പിയിട്ട് വല്ല കാര്യവും ഉണ്ടോ? കാരണം ക്രിസ്തു എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുവാൻ സ്വയനീതിയുണ്ട്, എനിക്ക് ഞങ്ങളുടെ നീതി മതി എന്ന് വിചാരിക്കുന്ന ഒരു യഹൂദൻ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ പാപികൾക്ക് വേണ്ടി വന്ന ഈ വൈദ്യന്റെ അടുത്ത് എനിക്ക് രോഗമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുത്തൻ വരാൻ്റെ ആവശ്യമില്ല. അവൻ അവിടെ വരുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ അടുത്ത് ആ നിലയിൽ യഹൂദന് വരുന്നുണ്ടെങ്കിൽ, ആരെ രക്ഷിക്കാനാണോ ഈ ലോകത്തിലേക്ക് ക്രിസ്തു കടന്നു വന്നത്, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട് ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുന്നത് കൊണ്ട് നാം നമ്മെ തന്നെ പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ള നീതിമാന്മാരല്ല നമ്മള് ജാതികളുടെ ഇടയിലുള്ള പാപികളെ പോലെ തന്നെ ഉള്ള അതേ നിലവാരത്തിൽ ക്രിസ്തുവിന്റെ നീതീകരണം ആവശ്യമുള്ള പാപികൾ തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്ന്, അതെ, നാമും അതെ, ക്രിസ്തുവിൽ വിശ്വസിച്ചു, ന്യായപ്രമാണത്തിന് പ്രവർത്തികളാൽ, അതെ, 17-ാം വാക്യം, ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കരുത് നാമും പാപികൾ എന്ന് വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ. ഇത് ആ കാലയളവിൽ പറഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു ആർഗ്യുമെന്റാണ്. പൗലോസ് റോമർക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായത്തിൽ തുടർന്ന് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യം, നാം കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം പറഞ്ഞേക്കുന്നത് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അതുകൊണ്ട് തുടർന്ന് ചോദിക്കുക, പാപം പെരുകിയ, നമുക്കറിയാമല്ലോ ഈ പല ദൈവവചന ഭാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലവും ദൈവവചനത്തിൽ അത് എഴുതപ്പെട്ടതിന് ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ഇപ്പം നമ്മൾ വായിക്കുകയാണ് 5-ാം അധ്യായത്തിലെ 12-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ സത്യത്തിൽ യൂണിവേഴ്സലിസം ആണോ പറയുന്നത്? യൂണിവേഴ്സലിസം ഒന്നും അല്ലത് പറയുന്നത്. കാരണം ഓൾറെഡി നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം 3-ാം അധ്യായം 23-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവനിൽ വിശ്വസിക്കുന്നവന് നീതീകരിക്കപ്പെടേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി 5-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നീതീകരിക്കപ്പെട്ടതിന്റെ ഫലം എന്താണെന്നും ആ രക്ഷയുടെ ഉറപ്പ് എന്താണെന്നും 11-ാം വാക്യം വരെ പറഞ്ഞതിന് ശേഷമാണ്, ആകയാൽ ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് പറഞ്ഞതിന് ശേഷം, നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ഒരു വിശുദ്ധീകരണം നടക്കണമെങ്കിൽ നമ്മൾ ആദാമിലായിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിലായി തീരണം എന്ന് പറയുന്ന പ്രമേയമാണ് തുടർന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആദാമിലായിരിക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിലായി തീരുന്നത് എങ്ങനെയാ? നമ്മൾ
അവിടെ പ്രത്യേകിച്ച് ഒരു വാക്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. ഈ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ എന്ന് പറയുന്നവരെ ആരെക്കുറിച്ചാ? അത് ഈ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിച്ച വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറയുന്നവരാ. അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് എടുത്ത് എഴുതേണ്ട കാര്യമില്ല. യൂണിവേഴ്സലായിട്ട് ആദാം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപം ചെയ്തതുപോലെ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാവരും നീതിമാന്മാരായി തീർന്നു. അതുകൊണ്ട് ഇനി വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചവർ എന്ന് പ്രത്യേകിച്ച് പറയണ്ട. അതുപോലെ തന്നെയുള്ള ചില വാക്കുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ ലോകത്തിലെല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും ശരിയായി, ഇനി ആർക്കും ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയേച്ച് പോകാം, നമ്മുടെ വള്ളംകളി തീർന്നു എന്ന് പറഞ്ഞ് പോകേണ്ടതാ. എന്നാൽ പ്രത്യേകിച്ച് കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ എന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിച്ച് കഴിയുമ്പോൾ അവനിൽ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ ആദാമിൽ അവനുണ്ടായിരുന്ന കുറവുകൾ പരിഹരിക്കപ്പെടുമെങ്കിൽ പിന്നെ 6-ാം അധ്യായം 1-ാം വാക്യം ചോദിക്കേണ്ട ഒരു പ്രസക്തിയുമില്ല. കാരണം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് എല്ലാവരും യേശുക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീർന്നു എന്നാണ് ആ കോണ്ടസ്റ്റ് അനുസരിച്ച് പറഞ്ഞു വെക്കേണ്ടത്. അപ്പൊ ഇത് ആർഗ്യൂ ചെയ്യുന്ന ആരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു അത്ഭുതം നടന്നില്ലല്ലോ. തലേദിവസം കർത്താവെ ഇങ്ങനെയൊക്കെ വല്ലാതൊക്കെ കിടന്നതാ, എന്നാ രാത്രി എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിലായി, അല്ലെങ്കിൽ ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളെല്ലാം വിശുദ്ധന്മാരായിട്ട് തീർന്നു. കാരണം അവിടെ പറയുന്നത് നീതീകരണം എന്നുള്ള വിഷയത്തെക്കുറിച്ചല്ല, അവിടെ വിശുദ്ധീകരണം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് പറയപ്പെടുന്ന ദൈവവചന ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ആരും ഒന്നും കൂടാതെ എല്ലാവരും താനെ അങ്ങ് വിശുദ്ധന്മാരാകേണ്ടതായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ല. കാരണം വിശ്വസിക്കുന്നവർക്ക് എന്ന് 2-3 അധ്യായങ്ങളിൽ പറഞ്ഞു വന്നതിന് ശേഷമാണ് ഇവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കുന്നവർ തന്നെയാണ് അത് അവിടെ അർത്ഥമാക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്കാണ് ഈ വിശുദ്ധീകരണത്തിന്റെ അനുഭവം ഉണ്ടാവുന്നത്. നമുക്കറിയാമല്ലോ, പല ആൾക്കാർക്കും ഉള്ള ഒരു കൺഫ്യൂഷന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യം. കാരണം അവർ പലപ്പോഴും ഈ ക്രിസ്തുവിലുള്ള നീതീകരണത്തെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കും. പണ്ട് കാലത്ത് നടന്നിട്ടുള്ള നമുക്കറിയാമല്ലോ റിഫോംഡ് തിയോളജി, ഇതുപോലുള്ള പല കാര്യങ്ങളും ഒരു കാലത്ത് പാപമോചന ചീട്ടും അതുപോലുള്ള ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സഭാചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുമ്പോൾ ഒരു കാലത്ത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് പറഞ്ഞിരുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ കാലയളവിൽ ദൈവം ചില ഉണർവ് വീരന്മാരെ ദൈവം ഉപയോഗിക്കുകയും ദൈവികമായ സത്യങ്ങൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവരെല്ലാവരും പറഞ്ഞത് എല്ലാം 100% ശരിയായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നത്തേതിൽ തുടർന്ന് വന്നിട്ടുള്ള പല ദൈവദാസന്മാരും ചെറിയ നിലയിലുള്ള അതിനുള്ള ചില കറക്ഷൻസ് അല്ലെങ്കിൽ അതിനുള്ള ചില അപ്ഡേഷൻസ് നടത്തിയിട്ടുണ്ട്. ഡോക്ടറിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, വചനത്തിന്റെ കാര്യത്തിലല്ല. വചനത്തിൽ അങ്ങനെ അപ്ഡേഷൻ നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ മനുഷ്യൻ അതിൽ നിന്ന് മനസ്സിലാക്കി വെച്ച ചില സത്യങ്ങളോടുള്ള ബന്ധത്തിൽ കൂടുതൽ വെളിച്ചങ്ങൾ പിന്നീട് ഉണ്ടായി എന്ന് നമുക്കറിയാം. എന്ന് വെച്ചിട്ട് 15-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ ജീവിച്ച ഭക്തന്മാരെല്ലാം മോശപ്പെട്ടവരാണെന്നല്ല പറയുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് ദൈവത്തിന്റെ വചനം കൂടുതൽ ധ്യാനിക്കാനും പഠിക്കാനും അത് നമുക്ക് ആക്സസിബിലിറ്റി ഉള്ളപ്പം വചനത്തിന്റെ വെളിച്ചത്തിൽ ഇവയെ ഓരോന്നും നമുക്ക് പരിശോധിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പുതിയ നിയമം ആയിരിക്കുന്നതിന്റെ തന്നെ കാരണമെന്ന് പറയുന്നത് അത് സൗജന്യമായ നീതീകരണം മാത്രമല്ല. സൗജന്യമായ നീതീകരണം മാത്രമായിരുന്നെങ്കിൽ ശരി, ഒത്തിരി യാഗങ്ങൾ കഴിക്കണ്ട, യേശുക്രിസ്തുവിന്റെ ഒരു യാഗം മതി എന്ന് പറയാമായിരുന്നു. എന്നാൽ അത് മാത്രമല്ല, തുടർന്ന് പിന്നെ ഈ യാഗം കഴിക്കേണ്ട ആവശ്യമില്ലാതെ വരത്തക്കവണ്ണം നമ്മുടെ സ്വഭാവത്തെയും കൂടെ മാറ്റി നമ്മളെ വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പഠിപ്പിക്കൽ. അതാണ് 6-ാം അധ്യായം മുതൽ നമ്മൾ പറയുന്നതായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഈ ക്രിസ്തുവിന്റെ മരണം എന്നുള്ള മാർമികമായ ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് പൗലോസ് തന്റെ ഡോക്ട്രിൻസും സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പാപസംബന്ധമായിട്ടുള്ള മരണം, അത് നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ അവനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് അറിയുന്നില്ല. അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ 6-ാം അധ്യായത്തിൽ നമ്മൾ 6-ന്റെ 6 വായിക്കുന്നു, അങ്ങനെ നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഞാൻ ഒരു സത്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്ന ഒരു യഥാർത്ഥമായിട്ടുള്ള കാര്യമാണെങ്കിൽ
എന്റെ പഴയ മനുഷ്യനെയും ചുമന്നുകൊണ്ട് അവൻ കാൽവരിയിൽ മരിച്ചു. ഇനി അങ്ങനെ ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന ഒരു വ്യക്തിക്ക് പാപത്തിന് കീഴടങ്ങി പാപത്തിന്റെ ദാസനായി ജീവിക്കേണ്ട ആവശ്യമില്ല. പാപസംബന്ധമായിട്ട് അവൻ മരിച്ചു എന്നുള്ളതൊരു സത്യമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം മുഖാന്തരം അവന്റെ മരണത്തിൽ പങ്കാളിയായതുകൊണ്ട് പാപസംബന്ധമായിട്ട് മരിക്കുന്ന ഒരു അനുഭവം അവനുണ്ട്. അത് നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യം. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിൽ വായിക്കുന്നു, ന്യായപ്രമാണം നമ്മളെ ബന്ധിച്ചിരിക്കുന്നിടത്തോളം ആ ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡ് വിട്ട് നമുക്ക് ഉയർന്നു പോകാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡിനേക്കാളും ഉന്നതമായൊരു സ്റ്റാൻഡേർഡാണ്. അത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. ന്യായപ്രമാണം നമ്മളോട് ഒരു മുടന്തുള്ള ഒരു വ്യക്തിയോട് ഹൈ ജമ്പ് ചാടാനായിട്ടാ പറഞ്ഞതെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ വർണ്ണ ചിറകുകൾ തന്നിട്ട് നമുക്ക് ആകാശത്തിന് മീതെ ഉയർന്നു പറക്കാൻ വേണ്ടിയിട്ടാ പുതിയ നിയമം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടിട്ട് ആ 1 മീറ്റർ ചാടാനല്ല, എത്രയോ ഉയരത്തിൽ പറക്കാൻ ആവശ്യപ്പെടുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീരണമെങ്കിൽ ആ ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്ന ഒരു അനുഭവം വേണം എന്നവിടെ പറയും. അതേ വാക്ക് തന്നെ നമുക്കിവിടെ ഈ ഇതിന്റെ 19-ാം വാക്യത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അതിന് മുന്നേ ഒരു ജസ്റ്റ് ഒരു കാര്യം പറയുന്നത്, ക്രിസ്തുവിൽ നീതി അന്വേഷിക്കുന്ന ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ അതാ പറഞ്ഞുകൊണ്ട് വന്നത്. കാരണം നിങ്ങൾ പറയുന്നത് ഇനി സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല, നല്ലത് ചെയ്യ് എന്നുള്ളതല്ല പറയേണ്ടത്. നീ എത്ര ഘോരപാപിയായിരുന്നാലും നിന്റെ പാപങ്ങളെ യേശു ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ പാപത്തിന്റെ ശുശ്രൂഷക്കാരനായി ക്രിസ്തുവിനെ തീർക്കുകയല്ലേ? നീ എന്ത് പാപം ചെയ്താലും ഇനി നീ എന്തോ പാപം ചെയ്യാൻ പോകുന്നെങ്കിലും ദൈവം നിന്നോട് ക്ഷമിക്കുമെന്ന് പറയുന്നതിലൂടെ പാപം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുകയല്ലേ? ആ നിലയിലുള്ള ചിന്തകൾ ആ നൂറ്റാണ്ടിൽ പൗലോസിന്റെ പ്രസംഗത്തിനെതിരായിട്ട് സംസാരിച്ചിരുന്നവർ ഉയർത്തിയിരുന്ന പ്രധാന ആരോപണമാണെന്നുള്ളത് പൗലോസിന്റെ എഴുത്തുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് തന്നെ അതെടുത്ത് പല സ്ഥലങ്ങളിൽ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണാം. ഇത് ഇവിടെയും ചോദിക്കുന്നത് നമ്മൾ കാണുക, ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ? അപ്പൊ നമുക്കറിയാമല്ലോ, ഈ യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക്, ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപക്ഷെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇതിനു വേണ്ടി പറയുകയല്ല, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇറ്റി വീഴുന്ന ഒരു അനുഭവത്തിലാണ് എനിക്ക് ഇന്ന് പകൽക്കാലം ഇത് പറയാൻ കഴിയുന്നത്. കാരണം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, അനേകർക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന്. ഇനി ജീവിക്കുന്നവർ താങ്കൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തനായിട്ട് ജീവിക്കേണ്ടതിന് എല്ലാവരും മരിച്ചു എന്നും ഞങ്ങൾ ക്രിസ്തുവിൽ നിർണയിച്ചിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം യേശുവിലേക്ക് ഒരു പാപക്ഷമയ്ക്ക് വേണ്ടി വരുന്ന വ്യക്തി യേശുവിന്റെ സ്നേഹത്തിലേക്കാണ് വരും. ദൈവത്തിന് അവനോട് ഒന്നാമത് പറയാനുള്ള കാര്യം, എൻ്റെ മകനെ, എൻ്റെ മകളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം കൊണ്ട് നീ മരിക്കേണ്ട, നീ തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിനക്ക് പകരമായിട്ട് അവൻ മരിച്ചു. ആ സ്നേഹത്തെ പ്രസന്റ് ചെയ്തു. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിലൂടെയാണ് രക്ഷ ലഭിക്കുന്നത്. ആ സ്നേഹം മനസ്സിലാക്കിയ രക്ഷ ലഭിക്കുന്നത്. അല്ലാതെ യാന്ത്രികമായിട്ട് പോയിട്ട് എൻ്റെ രക്ഷയും ചെയ്താ എന്നാ ഞാൻ പോട്ടെ, സലാം ഉണ്ടെന്നും പറഞ്ഞ് പോകുന്ന ഒരു അനുഭവമല്ല. എൻ്റെ സമയം മുന്നോട്ട് പോവുക. എന്നിട്ട് ഞാൻ വിവരിച്ച് പകുതി പോലും ആയിട്ടില്ല. എന്നാൽ എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കാൻ ആഗ്രഹിക്കുക. ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കും. നോക്കിയാട്ടെ, ഈ ക്രിസ്തുവിൻ്റെ അങ്ങനെ പറയാനായിട്ട് ഒരു നാൾ കഴിയത്തില്ല. കാരണം അങ്ങനെ പറയുന്നുവെങ്കിൽ നമ്മൾ പടുന്നതിനെ നമ്മൾ ഇടിച്ചു കളഞ്ഞ്, അല്ലെങ്കിൽ അവിടെ പറയുകയാണ്, ഞാൻ പൊളിച്ചു കളഞ്ഞതിനെ വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ഞാൻ ഒരിക്കൽ ക്രിസ്തുവിൽ ഇതിനെ പൊളിച്ചു കളഞ്ഞതാ. ന്യായപ്രമാണ പ്രകാരമുള്ള എൻ്റെ ജീവിതവും അതിലൂടെ നീതി വരുന്നു എന്നുള്ള സത്യത്തെയും തള്ളിക്കളഞ്ഞ് ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് ക്രിസ്തുവിൽ ശരണം പ്രാപിച്ചവരാ നമ്മൾ. ഇനിയും പിന്നെ ന്യായപ്രമാണത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് എങ്ങനെയാ പറ്റുന്നത്? 19-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു, ഞാനും മരിച്ചു, പത്രോസ്ലിഹായെ താങ്കളും മരിച്ചു. ഇനി ആ പൊളിച്ചു കളഞ്ഞതിനെ നമുക്ക് പണിയാനായിട്ട് കഴിയത്തില്ല. മാത്രമല്ല, അതുകൊണ്ട് ന്യായപ്രമാണ പ്രകാരം ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു.
എത്ര ആഴമേറിയ സത്യമാണ് പൗലോസ്ലീഹ പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഒരു ജീവിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം പറഞ്ഞതിന് ശേഷം നാമും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരമായി ആ ഭാര്യ അവിടെ ന്യായപ്രമാണമല്ല മരിച്ചത്, ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവിന് ഫലം കായ്ക്കേണ്ടതിന്. എന്നിട്ട് താഴെ നമ്മൾ വായിക്കുക, അങ്ങനെ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ. നമ്മളിത് വായിച്ച സമയത്ത്, പഠിച്ച സമയത്ത്, 7-ാം അധ്യായം പഠിച്ച സമയത്ത് ഇതൊക്കെ പറഞ്ഞതാ. എത്ര മനോഹരമായ അനുഭവമാ. ആ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. എന്തായിരുന്നു അക്ഷരത്തിന്റെ പഴക്കം? ന്യായപ്രമാണം ആചരിക്കാൻ പോകുന്നവന് അത് ആചരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അനുഭവവും തുടർന്ന് കുറ്റബോധത്തിൽ നിന്ന് അവന് കുറ്റബോധത്തിൽ അല്ലെങ്കിൽ അവൻ പാപിയായിട്ട് തീരുകയും പാപത്തിൽ നിന്ന് നിത്യമരണത്തിലേക്കും പോകുന്നതായിരുന്നു ഈ അക്ഷരത്തിന്റെ പഴക്കം. ന്യായപ്രമാണം ഒരു മനുഷ്യനെ എത്തിച്ചത്. എന്നാൽ അവന്റെ തേജസ്സേറിയ മുഖം നോക്കി നിൽക്കുന്ന ഏവനും തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു 2 കൊരിന്ത്യർ ലേഖനം 3:18 നമ്മൾ വായിക്കുന്നത് പോലെ അത് പുതുകി വരുന്ന ഒരു അനുഭവമായിട്ട് അവന്റെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവമാണ് ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരു വ്യക്തിക്ക് ആയിത്തീരേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, വചനം വായിച്ചു നോക്കി എന്തെല്ലാം മരണങ്ങൾ തന്നെ ഈ ക്രിസ്തുവിന്റെ മരണം സിഗ്നിഫൈ ചെയ്യുന്നെന്ന് നമുക്ക് കാണാം. അതിന് പാപസംബന്ധമായിട്ടുള്ള എൻ്റെ മരണം, ന്യായപ്രമാണത്തിന്റെ എൻ്റെ മരണം എന്ന് മാത്രമല്ല, അവിടെ പ്രധാനമായിട്ട് അവിടെ 2:20 നമ്മൾ എടുത്തു പറയുന്നത്, അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കും. നോക്കിയാട്ടെ, അപ്പോൾ അവിടെ പറയുന്നത് പാപസംബന്ധമായി മരിച്ചു, അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ തന്നെ സ്വയത്തിനുള്ള മരണം. അതൊന്നുകൂടെ ഞാൻ ലോകത്തിനുള്ള മരണം, ലോകസംബന്ധമായിട്ട് ലോകത്തിൽ വിടുവിച്ച കാര്യം നമ്മൾ ആദ്യത്തെ ദിവസം ഇത് ധ്യാനിച്ചപ്പം പറഞ്ഞു. ഇതിനെല്ലാം ചേർത്ത് പറയാം. എൻ്റെ ആദാമ്യമായ പഴയ എൻ്റെ സ്വയത്തെ അടിസ്ഥാനപ്പെടുത്തിയും സ്വയത്തിന്റെ ആശയങ്ങളിൽ ഊന്നിയും സ്വയകേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന് ഞാൻ മരിച്ചു എന്നതിനെപ്പറ്റി ഒറ്റ വാക്കിൽ പറയാം. പാപസംബന്ധമായിട്ടും മരിക്കുന്നു, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് മരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും ഏറ്റെടുക്കാത്ത ഒരു മരണമാണ് കർത്താവേ, ഞാൻ എൻ്റെ സ്വന്തം കർത്താവ് പറഞ്ഞ പോലെ തന്നെത്താൻ തേച്ച് ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ, അങ്ങനെ അല്ലാത്തവൻ എന്നെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശക്തരാണ്, കഴിവുള്ളവരാണ്, വെളിപ്പാടുണ്ട്, വചനം അറിയാം, ഇതൊക്കെ അറിയാം. എന്നാൽ അത് നമ്മളെ ആത്യന്തികമായിട്ട് എത്തിക്കേണ്ടത് കർത്താവേ, എൻ്റെ എൻ്റെ കർത്താവ്, ഞാൻ എന്തൊക്കെയോ സംതിങ് ആണ്, ഞാനൊരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, എന്നെ കൂടാതെ ഒന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ മാനിക്കപ്പെടണം, എൻ്റെ ഐഡിയകളായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് എന്നൊക്കെയുള്ള നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം നമുക്കറിയാം. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായത്തിൽ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ വചനത്തിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളെ സ്വയകേന്ദ്രീകൃതമായ ജീവിതം മാറിയിട്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലായിത്തീരുക. ഞാൻ മരിച്ചു, എനിക്ക് ജീവിക്കാൻ അവകാശമില്ല. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ. പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് കാഴ്ചയാലേ അല്ല വിശ്വാസത്താലേ നടക്കുന്നത്. അതൊക്കെ ഒരു കവിത പോലെ എനിക്ക് പലപ്പോഴും തോന്നുന്നത്. എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ്. കാഴ്ചയാലേ അല്ല വിശ്വാസത്താലേ വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങുന്നു. കാരണം കർത്താവെ കണ്ണുകൊണ്ടുള്ള വിശ്വാസവും ബുദ്ധിയുടെ അറിവുകൊണ്ടും സ്വയത്തിന്റെ ബലം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമല്ല. ക്രിസ്തുവിൽ ആശ്രയിച്ച് ഒരു പരദേശയാത്ര അല്ലെങ്കിൽ ഒരു മോക്ഷയാത്ര നടത്തുന്ന അനുഭവമാണ്. എന്നിട്ട് തുടർന്ന് വായിക്കുക, അതിന്റെ ക്രിസ്തു ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ അതൊക്കെ ഒത്തിരി എക്സ്പോസ് ചെയ്യേണ്ട ചില വാക്യങ്ങളാണ്. കാരണം ഇത്രയും നേരം ഈ കൃപയിലേക്ക് പോയ വ്യക്തികൾ തിരിച്ച് പോയി പിന്നെയും പ്രമാണത്തിലും അതിന്റെ ചട്ടങ്ങളിലും ആശ്രയിക്കുന്നതിലെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, പിന്നെയും അവരുടെ സ്വയത്തിലും അവരുടെ കഴിവിലും അല്ലെങ്കിൽ എന്തോ ഒരു ആശ്രയം അവർക്കുണ്ട്, അവരുടെ സ്വയത്തിൽ എന്തോ നന്മയുണ്ടെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. ന്യായപ്രമാണം കൊണ്ടും എന്തെങ്കിലും മതകർമ്മങ്ങൾ കൊണ്ടും ആചാരം കൊണ്ടും പരിച്ഛേദന കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഈ ലോകത്ത് ഒരു പാപക്ഷമയും നിത്യജീവനിലേക്ക് കടന്നു പോകാനുള്ള ഒരു വഴിയും സജീവമായിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ക്രിസ്തു വരേണ്ട ഒരാവശ്യമില്ല. എല്ലാവരും പാപം ചെയ്തു ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു.
ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഒരു വ്യത്യാസവുമില്ല. ലോകത്തിന്റെ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടേണ്ടതിന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറയത്തക്കവണ്ണം എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ നാവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ആ അനുഭവത്തിൽ വഴിയും സത്യവും ജീവനുമായിട്ട്, ഏക വഴിയും ഏക സത്യവും ഏക ജീവനുമായിട്ട്, എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ഈ ദിവസങ്ങളിൽ ഈ പൗലോസ് പറഞ്ഞതുപോലെ, കർത്താവ് എൻ്റെ സ്വയകേന്ദ്രീകൃതമായ ചില ആശയങ്ങളിലും ഇതിലും മുന്നോട്ട് പോകാനല്ല കർത്താവ്. അങ്ങനെയുള്ള ആ വ്യക്തി മരിച്ചു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് ജീവിതത്തിന്റെ എല്ലാ രംഗത്തോടുള്ള വശത്തിലും, പാപത്തോടുള്ള ബന്ധത്തിൽ, സ്വയനീതിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ വേറെ ലോകത്തോടുള്ള ബന്ധത്തിൽ ഒക്കെ പറഞ്ഞ് നമ്മുടെ പഴയ ആദാമ്യ ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ പഴയ ആദാമ്യ സ്വഭാവത്തിന് അതിന് കൂട്ടുനിൽക്കാതെ അതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിലുള്ള പുതിയ വ്യക്തിത്വം നമ്മളിൽ വളർന്നു വന്ന് അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഈ ദിവസങ്ങൾ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കും.